രജതമേഘമേ എവിടെ എവിടെ വിജനതീരമേ കണ്ടുവോ നീ വിരഹിണിയാമൊരു ഗായികയെ മരണകൊടീരത്തിൻ മാസ്മരനിദ്ര വിട്ടു മടങ്ങി വന്നൊരൻ പ്രിയ സഖിയേ വിജനതീരമേ കണ്ടുവോ നീ വിരഹിണിയാമൊരു ഗായികയെ രജതമേഘമേ കണ്ടോ നീ രാഗം തീർന്നൊരു വിപഞ്ചികയെ രജതമേഘമേ കണ്ടോ നീ രാഗം തീർന്നൊരു വിപഞ്ചികയെ മൃതിയുടെ മാളത്തിൽ വീണു തകർന്നു ചിറകുപോയൊരൻ രാക്കിളിയേ നീലക്കടലേ നീലക്കടലേ നിനക്കറിയാമോ മത്സഖിയേ നീലക്കടലേ നീലക്കടലേ നിനക്കറിയാമോ മത്സഖിയേ പരമശൂന്യതയിലെന്നെ തള്ളി പറന്നു പോയൊരൻ പൈങ്കിളിയേ വിജനതീരമേ കണ്ടുവോ നീ വിരഹിണിയാമൊരു ഗായികയെ മരണകൊടീരത്തിൻ മാസ്മരനിദ്ര വിട്ടു മടങ്ങി വന്നൊരു പ്രിയ സഖിയേ വിജനതീരമേ കണ്ടുവോ നീ വിരഹിണിയാമൊരു ഗായികയെ ശ്രീഹരി എന്തോ ഒരു വലിയ പാട്ടെടുത്തിട്ടാണല്ലോ അവിടെ വന്ന് എങ്ങനെയുണ്ടായി? കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ചേച്ചി. ശ്രീഹരി, ഓ നന്നായിരുന്നു. താങ്ക് യു മാം. ആസ്വദിച്ച് പാടിയോ? ഇഷ്ടമാണോ ഈ പാട്ട്? എനിക്ക് മോനെ പാടുന്ന ചില സ്ഥലങ്ങളൊക്കെ പല്ലവിയൊക്കെ കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റി ആവാമായിരുന്നു. വിജനതീരമേ. ആ നെക്സ്റ്റ് ലൈൻ പാടൂ. കണ്ടുവോ നീ 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 അതിനൊരു സസ്റ്റെയിൻ ഉണ്ട്, അത് പെട്ടെന്ന് അങ്ങ് കട്ടായി പോകുന്നു. പിന്നെ കൂടുതൽ ഒരുപാട് ഫോഴ്സ് ചെയ്യുന്നുണ്ടോ വോക്കൽ കോഡ്സിൽ? അത് കാറ്റിങ്ങനെ വല്ലാണ്ട് മുടിയൊക്കെ പറഞ്ഞു മഞ്ചരിയായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. പിന്നെ നഖം കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത ബ്ലോക്ക്. ചേച്ചി അത് nails ആണോ? ഞാൻ വിചാരിച്ചു റിംഗ് ഇട്ടേക്കുവാന്ന്. കണ്ടില്ലേ? ഓ സൂപ്പർ, താങ്ക് യു. അപ്പൊ നമ്മളെന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്? പാട്ടിലെ കാറ്റ്. മൊത്തത്തില് പല്ലവി അനുപല്ലവി എല്ലായിടത്തും ഇങ്ങനെ കാറ്റിന്റെ ഒരു ഇത് കൂടുതലാണ് മോനെ. അതൊന്ന് ശ്രദ്ധിക്കണം. വോയിസിനെ വല്ലാണ്ട് അത് എഫക്റ്റ് ചെയ്യും കുറച്ചുകൂടെ കഴിയുമ്പോൾ. സ്ട്രെയിന് കൂടും കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ പാട്ടൊക്കെ അങ്ങ് ആദ്യമൊക്കെ നല്ല ഫോഴ്സിൽ തുറന്ന് പാടി,
പിന്നെ പിന്നെ അതിങ്ങനെ ക്ഷീണിച്ചു, ശബ്ദം ക്ഷീണിച്ച് അതിൻ്റെ കൂടെ കുറേ കാറ്റും കയറി. അപ്പം അതൊന്ന് ഇനി ശരിയാക്കിയാൽ കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാവാം. പാട്ട് പഠിക്കാത്തോണ്ടല്ല, പാട്ട് അറിയാം, ഈ പാട്ട് നല്ലോണം കേട്ടിട്ടുമുണ്ട്. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒന്ന് വൃത്തിയാക്കാം. എനിക്കതാണ് തോന്നിയത്. ഇതിനകത്ത് ത്രൂ ഔട്ട് ദ സോങ് ക്ലാരിറ്റി കുറച്ചൊന്നും കൂടി ഒന്ന് ഒരു ഫൈൻനെസ്. പിന്നെ ഈ ഫിനിഷിങ് ലാൻഡിങ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് സസ്റ്റെയിൻ ചെയ്യണം. ഒരു ചെറിയ രീതിയിലൊരു സസ്റ്റെയിൻ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. സസ്റ്റെയിൻ ആവശ്യമാണ്. ആ പാട്ടിൽ സസ്റ്റെയിൻ വരുമ്പോൾ എല്ലാ പാട്ടിലും ശ്രദ്ധിക്കണം. കുറച്ചൊരു സസ്റ്റെയിൻ ഇടുമ്പോഴേ അതിനൊരു സുഖം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരാൾ തൊണ്ടയ്ക്ക് കയറി പിടിച്ച മാതിരി ഇരിക്കും. ഓക്കെ, നല്ല സോങ് സെലക്ഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബുദ്ധിമുട്ടാണ്. ഈ പാട്ട് പാടി ഫലിപ്പിക്കുക, ഈ പാട്ടിൻ്റെ ഒരു ഇമോഷൻ കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇതിൻ്റെ ഒരു വലിയ ഒരു ഘടകം ഇന്നത്തെ ഓർക്കസ്ട്രയാണ്. അവർക്കാണ് വലിയൊരു കയ്യടി ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം അമ്മാതിരി മൂഡാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പം അതിനോടൊപ്പം ചേർന്ന് പാടുക എന്നുള്ള ദൗത്യം മാത്രമേ ഉള്ളൂ മോന്. അത് പാടുമ്പോൾ ഇന്ന കാര്യങ്ങൾ കൂടി കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ മനോഹരായനെ, ഇതിൽ കൂടുതൽ നന്നായേനെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ശരത് സർ. മക്കളെ ചക്കരെ, ഇത് ആരാ പാടിയത്? പാടിയത് കെ ജയേശുദാസ് സാർ. ചേട്ടൻ നിനക്കെന്തോ അനാവശ്യ ബേസ്. വേറെ മര്യാദക്ക് നിൽക്കുമ്പോ കഴിച്ച ഇല്ല. ഇത് ആരാ പാടി? യേശുദാസ്. പെട്ടെന്ന് ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ സംസാരിക്കുമ്പോഴും ആ ഒരു കാറ്റ് കയറി വരുന്നുണ്ട്. മക്കളെ, ഉഗ്രം പാട്ടിട. ഇത് കണ്ടിട്ടുണ്ടോ മോൻ? ഈ ഒരു ആരാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്? പേരറിയില്ല. കുടുങ്ങി മറന്നു വേണം. അറിയാമോ മോന്? അറിഞ്ഞൂടാന്ന് പറഞ്ഞു. അവൻ ആദ്യം ഇട്ട് നോക്കിയിട്ടുണ്ടാവും. പിന്നെ പാട്ടിലേക്കല്ലേ. മക്കളെ, അത് നിൽക്കട്ടെ, നമ്മളിത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ആരാന്ന് കേട്ടോ. അപ്പൊ മോനെ, ആ എവിടെ എന്നുള്ള ലാസ്റ്റ് എവിടെ ഒന്ന് പാടിത്തരുമോ? അത് മോനെ കുറച്ചും കൂടെ ക്ലാരിറ്റി ഇടാ. അതൊക്കെ അത് ശരിയായിക്കൊള്ളുക. കണ്ടു, ഇപ്പൊ മഞ്ചരി പാടിച്ചു. അത് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി വരുത്താം മോനെ. വിജന തീരമേ കണ്ടുവോ നീ. ഗായികേ, അതല്ല മോനെ, ഗായിക ഈ എല്ലാ ഏയ്ക്ക് വരെ ഈ എന്നാ കേക്കുന്നത്. ഗായികയേ ഗായികയേ ഗായിക ഒന്നാ നമ്മൾ ABCD പഠിക്കുമ്പോൾ A അല്ലേ പഠിക്കുന്നത്? ഈ എന്നാണോ? EBCD എന്നാണോ? അപ്പൊ പിന്നെ ഏന്ന് പറ കേക്കട്ടെ. നല്ല പാട്ടുകാരനാ നീ, നല്ല സുഖം മോനെ മോ പാടുന്ന കേക്ക. ആ മാസ്മര എപ്പോഴാ അത് ഒന്ന് ഇടയ്ക്കൊരു കാറ്റിന്റെ കൊടുങ്കാറ്റടിക്കും. മക്കളിന്ന് കൃത്യമായിട്ട് പാടിക്കുക. നീ നന്നായിട്ട് പാടും, ഉറപ്പാ. അത് ഒന്ന് പാടിക്കോ. ഇപ്പോഴാടാ നന്നായിട്ട് പാടുമെന്ന് പറഞ്ഞത്. അത് കേക്കട്ടെ. വെരി ഗുഡ് മോനെ, വെരി ഗുഡ്. പിന്നെ രജത മോനെ, രജത മേഘമേ മേഘ മേനെ മേഘമേ എന്നാ പാടുന്നത്. രജത മേഘമേ മേഘ. അത്രയല്ലടാ, നഖത്തിന്റെ കായല്ല, ഈ മറ്റേ ഖ. കണ്ടുപോക്കെ ശരിയാ. പിന്നെ അടുത്തത് അതൊക്കെ ഓക്കെ വിട്ടോ. പിന്നെ പാടിയപ്പോ ഈ രാഗത്തിന് എന്താ സംഭവിച്ചത്? അത് മോന് മനസ്സിലായോ? നമ്മളൊരു പാട്ടുകാരനായിട്ട് മോൻ അത് ഫീൽ ചെയ്തോ? അവിടെ എന്തെങ്കിലും ഒരു കുഴപ്പം ഫീൽ ചെയ്തോ? ടോണിന്റെ അല്ലടാ മോനെ, വല്ലാണ്ട് അങ്ങ് ഷാർപ്പായി പോയി. അങ്ങ് കയറി അന്ധകാരണത്തിൽ പിടിച്ച്.
അങ്ങനെ വരരുത്, നോക്കണം. കാര്യം ചെറുപ്പമല്ലേ, ഈ പ്രായത്തിലൊക്കെ നിങ്ങൾ കട്ടയ്ക്ക് നിൽക്കണോടാ മോനെ. ആ മൃതിയുടെ മാറില്ല, അതൊന്നും ആ ലൈനൊന്ന് പാടാമോ? മൃതിയുടെ മാളത്തിൽ വീണു തകർന്നു മലന്തീ വീണു തകർന്നു മൃതിയുടെ മാളത്തിൽ വീണു എന്നാ മോൻ പാടുന്ന അതല്ല. വീണു തകർന്ന അത് നോട്ടിൽ പിടിച്ചോണം കേട്ടോ, മറ്റേ ചെറുത് കയറി പിടിച്ചു കളയരുത്, അത് ആ സ്കെയിലില്ല കേട്ടോ. ആ ലാസ്റ്റ് മടങ്ങി വന്നത് അതൊന്ന് നിദ്ര വിട്ടു മടങ്ങി മക്കളെ അല്ലടാ, മടങ്ങി വന്നോരൻ മടങ്ങി വന്നോരൻ അത്ര ഇല്ലടാ, മടങ്ങി വന്നോരൻ ബലേഭേഷ് അത് പിടിച്ചു വെച്ചോണം കേട്ടോ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ മടങ്ങിയേ വരത്തില്ല, ഒടിഞ്ഞു വരും. എന്തെങ്കിലും ബാക്കിയുണ്ടോ? നൈസ്, ഓൾ ദി ബെസ്റ്റ്. അല്ല, അവൻ അവിടെ വിചാരിക്കേ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? നീ ഒരാളും കൂടെ ബാക്കിയുണ്ടോ? രാഹുലേട്ടാ, എടാ മോനെ ചക്കരെ, എടാ നീ ഈ സംഗതികള് ഇപ്പൊ അണ്ണാച്ചി ശരത്തണ്ണം പറഞ്ഞ പോലെ ഈ സംഗതികൾ ഓരോന്ന് എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ചില വീഡിയോസ് കണ്ടിട്ടില്ലേ, ചില ഇൻഫ്ലുവൻസേഴ്സിന്റെ, അതായത് പാടി തെറ്റിയത് പാടി കറക്റ്റ് ചെയ്യുന്ന. ആ പ്രോസസ് ഈസ് ആക്ച്വലി വെരി യൂസ്ഫുൾ. നമ്മൾ പഠിക്കുമ്പോൾ ചെയ്ത് സ്ലോ ആയിട്ട് പാടി നോക്കണം, പാടി അത് കറക്റ്റ് ചെയ്തിട്ട് വേണം. അല്ലാണ്ട് ഏകദേശം ഒപ്പിച്ച് നമ്മളിപ്പോൾ പാട്ടിൻ്റെ ടെമ്പോയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഒപ്പിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് തോന്നും, മ്യൂസിക്കിൻ്റെ ഒക്കെ ഇപ്പോൾ പാടുമ്പോൾ ഫൈനാന്ന് തോന്നും. പക്ഷെ ഇങ്ങനെ എടുത്ത് പാടാൻ പറയുമ്പോൾ നിനക്ക് പാടാൻ ബുദ്ധിമുട്ട് വരണം. അതുകൊണ്ടാണ് ഇപ്പം എല്ലാം നിർത്തി. ഇപ്പം മ്യൂസിക് ഇല്ല, ഒരു സംഗതി അണ്ണാച്ചി ഒരു സംഗതി പാടാൻ പറഞ്ഞപ്പോൾ നമുക്ക് അവിടെ കറക്റ്റ് നോട്ട് കിട്ടണില്ല. കാരണം നമ്മളങ്ങനെ സ്ലോ ആയിട്ട് പാടി പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യണം കേട്ടോ. അതാണ് നമ്മുടെ ഒരു ഇങ്ങനെയുള്ള പാട്ട് ഭയങ്കര ഫൈനായിട്ടുള്ള സംഗതികളുള്ള പാട്ടുകളല്ലേ. അപ്പം നമ്മളെടുത്ത് ആ സീരിയസ്നെസ് അതിന് കൊടുക്കണം. അങ്ങനത്തെ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള അങ്ങനത്തെ കോമ്പസിഷൻസാണ്. അപ്പോൾ അതിന് നമ്മളൊരു റെസ്പെക്റ്റ്, നമ്മൾ വെറുതെ ആ പാട്ട് മോൻ നന്നായി ഫീലെടുത്ത് പാടിയിട്ടുണ്ട് കേട്ടോ, നന്നായി ഫീലിൽ പാടി, അത് നന്നായി പഠിച്ചിട്ടുമുണ്ട്, എല്ലാം ഞാൻ സമ്മതിച്ചു. ഞാൻ പറയണ വെച്ചാൽ ഈ ചെറിയ സംഗതികളില്ലേ, അത് മോൻ സ്ലോ ആയിട്ട് വിത്തൗട്ട് എനി മ്യൂസിക് പാടി ഒരു 10 പ്രാവശ്യം പാടുമ്പോൾ ശരിയാവില്ലേ? എത്ര ടഫ് സംഗതിയാണെങ്കിലും 5-8 തവണ പാടുമ്പോൾ കറക്റ്റ് ചെയ്യാം. അങ്ങനെ പാടി സ്ലോ ആയിട്ട് പാടി ശരിയാക്കണം കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ എഴുതിയതാണ്, സംഗതികൾക്കൊരു കംപ്ലീഷൻ ഇല്ലായ്മ പലയിടത്തും തോന്നി, മനസ്സിലുണ്ട്. പക്ഷേ തൊണ്ടയിലേക്ക് വരണമെങ്കിൽ നമ്മളത് പാടിയിട്ടുണ്ടാവണം, എന്നാലേ നമ്മുടെ ബ്രെയിനത് നമ്മുടെ തൊണ്ടയിലൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ മനസ്സിലുണ്ടാവും, പക്ഷേ നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കിട്ടും. അങ്ങനെയല്ല മഞ്ജരി, നിങ്ങൾ ഒക്കെ കറ തീർന്ന സിംഗേഴ്സ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങനെയല്ലേ? നമ്മൾ ഒരു തവണയെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ബാക്ക് ടു ഇറ്റ് അല്ലേ? പക്ഷെ ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ വളരെ വാലിഡ് പോയിന്റ് ആണ്, സ്ലോ ആയിട്ട് പാടി പഠിച്ചാലേ അത് തൊണ്ടയിൽ നിൽക്കുള്ളൂ, മനസ്സിലുണ്ടാകത്തുള്ളൂ മോനെ ആ ഒരു രൂപം എന്താന്നുള്ളത്. മോനി സംഗതിയൊക്കെ പാടിയത് കൊണ്ടാണ് ഞാനീ പറയുന്നത് കേട്ടോ. സ്ലോ ആയിട്ട് പാടി പഠിക്കണം. നമ്മളത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചത് നല്ല രസമായിട്ട് പാടി, അത് ഇപ്പം നമുക്ക് കൈയടിക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ആളുകൾക്ക് ഇഷ്ടപ്പെടാനുള്ള എല്ലാം ഉണ്ട്. പക്ഷെ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു മോൻ ആ ഒരു കംപ്ലീഷൻ ഒന്നും കൂടെ ഒന്ന് ഫുള്ളായിട്ടുള്ള ഹാർട്ട് അതിൽ പുട്ട് ചെയ്തിട്ട് വേണം പാടാൻ കേട്ടോ. ചക്കര അത്രേ ഉള്ളൂടാ കേട്ടോ. അപ്പോൾ ഇനി മുതൽ പാടുമ്പോൾ അത് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ് കേട്ടോ. ഗോഡ് ബ്ലെസ്. താങ്ക് യു രാഹുലേട്ടാ. ഓക്കെ, ഇനി ചോദിക്കാം ചേച്ചി. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഈ ഒരു അറ്റംപ്റ്റിന് മോനെ ഞാൻ തരാൻ ആഗ്രഹിക്കുന്നത് 7.5 ആണ്. താങ്ക് യു ചേച്ചി. ശരത് സർ, മക്കളെ എത്ര കിട്ടൂടാ? 8 നീ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ തരും, ഇല്ല അതാ പിന്നെ 8 കൊടുക്കാല്ലേ പാറു, അവൻ ആഗ്രഹിച്ചാൽ എടുത്തോടാ. 8 മാർക്ക്. എന്നാ പിന്നെ 10 ചോദിക്കായിരുന്നില്ലേ? അതാരും ഞാൻ അങ്ങ് പോയാ തരുന്നത്. അവൻ ചോദിക്കത്തില്ല, അതറിയാം, അവൻ ഇച്ചിരി സെൻസിബിൾ ഗൈ ആണ്. ഓക്കെ, താങ്ക് യു ശരത് സർ. ചേട്ടാ ചക്കര 7.9. താങ്ക് യു ചേട്ടാ. സോ ടോട്ടൽ 23.4.
ബാക്കി റൗണ്ട്സ് പിടിക്കണം നമുക്ക്. ഓക്കെ